ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെരി സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കേക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നിറയെ സ്നേഹം നിറഞ്ഞ കേക്കുകൾ അതിനകത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ രാജേഷേട്ടൻ എന്തായാലും നാട്ടിലില്ല. അപ്പോൾ എന്തായാലും വാലന്റൈൻസ് ഡേ എന്തായാലും ഞങ്ങൾ ഫോണിലൂടെ വിഷേഴ്സൊക്കെ അറിയിച്ചിട്ടുണ്ട്, സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വാലന്റൈൻസ് ഡേ ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ്. ഇതുവരെ അച്ഛനും അമ്മയും വാലന്റൈൻസ് ഡേ എന്നൊരു ഡേ ആഘോഷിച്ചിട്ടേ ഇല്ല. എപ്പോഴും നമ്മളൊക്കെയല്ലേ ആഘോഷിക്കല്. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛനും അമ്മയെ കൊണ്ട് ഒന്ന് കേക്ക് കട്ട് ചെയ്യിപ്പിക്കാമെന്ന്, അവർക്കൊരു സന്തോഷമാവട്ടെ. അങ്ങനെ ആദ്യമായിട്ട് വാലന്റൈൻസ് ഡേ അച്ഛനും അമ്മയും ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. അവർക്കപ്പോൾ സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സാധാരണ എല്ലാവരും ഇങ്ങനത്തെ ഗിഫ്റ്റൊക്കെ അല്ലേ കൊടുക്കുന്നത്. പെട്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ച് സെറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ അതിനകത്ത് എഴുതാമെന്ന് പറഞ്ഞത് എഴുതി തുടങ്ങാൻ കേട്ടോ. പ്രണയദിന ആശംസകൾ എന്നാണ്. കാരണം അച്ഛനും അമ്മയ്ക്കത് കാണുമ്പോൾ പറയാമല്ലോ, അമ്മയും വിചാരിക്കുന്നില്ല, അല്ലെങ്കിൽ അച്ഛനും വിചാരിക്കുന്നുണ്ടാവില്ല ഇങ്ങനെ ഒരു ദിവസം ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ഉണ്ട് എന്നൊന്നും അച്ഛനമ്മയ്ക്കൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞാൻ കരുതി അവർക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന്, കേക്ക് കട്ട് ചെയ്യാമെന്ന്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വാലന്റൈൻസ് ഡേ അച്ഛനും അമ്മയും ആഘോഷിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തെ സ്നേഹത്തിനുള്ള മൂല്യങ്ങളൊക്കെ പൊതുവെ കുറവായിരിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടിരിക്കുന്നത് കേട്ടോ. പണ്ടത്തെ ആ ഒരു സ്നേഹം എത്ര വഴക്ക് കൂടിയാലും അവരുടെ ആ ഒരു ബോണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വസുക്കുട്ടിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നമ്മയ്ക്ക് അപ്പൂപ്പനും സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് മുത്തേ. അപ്പോൾ എന്തായാലും അമ്മ വരുമ്പോൾ നമുക്ക് സെറ്റാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും വേഗം എൻ്റെ കൂടെ റൂമിനകത്ത് കയറി വന്നു. അങ്ങനെ ഞങ്ങൾ കഥ കടച്ചതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗിഫ്റ്റ് ഇതൊക്കെ കണ്ടു. അപ്പോൾ ഇനി കേക്ക് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊട്ടിക്കുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ വസുക്കുട്ടി ഇതാ സർപ്രൈസായിട്ട് അച്ഛനും അമ്മയ്ക്കും കൊണ്ടുവന്ന ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഹാപ്പി വാലന്റൈൻസ് ഡേ. അച്ഛനും അമ്മയും ആദ്യമായിട്ട് വാലന്റൈൻസ് ഡേ നമ്മളുടെ ഇത് ജസ്റ്റ് ഒരു ഇതിങ്ങനെ ആയിട്ടുണ്ട്. ഓക്കെ, വരി എല്ലാവരും വരി അപ്പൂപ്പനെ ഇനിമീ പിടിച്ചിട്ട് വാ, നീ രണ്ടുപേരും കയ്യിൽ പിടിച്ചിട്ട് വാ. അവിടെ കൂടെ നിർത്തി ഹാപ്പി വാലന്റൈൻസ് ഡേ. രണ്ടുപേരും ഒപ്പം കേൾക്കും. ക്ലാപ്പ് ചെയ്യല്ലേരും. അമ്മനെ ആദ്യം പുറത്ത് നിർത്തിയപ്പോൾ തന്നെ അമ്മ ചോദിച്ചു എന്താ കാര്യം എന്നൊക്കെ അമ്മ ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു കേട്ടോ. ഇന്ന് പ്രണയദിനമാണ് അപ്പോൾ അമ്മ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അച്ഛനും അമ്മയും ഇതാ കേക്കൊക്കെ കട്ട് ചെയ്ത് പരസ്പരം രണ്ടുപേരും കേക്കൊക്കെ കഴിച്ച് കൈമാറി. അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ അതെന്താണ് വെയിറ്റ് ഇല്ല എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഗസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു കപ്പായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ അച്ഛൻ അങ്ങനെ എല്ലാവരും ഗസ് ചെയ്ത് എല്ലാം തെറ്റിക്കൊണ്ട് ഇതാണ് ഗിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് അമ്മയുടെ ഗിഫ്റ്റ് കിട്ടി, ചോക്ലേറ്റൊക്കെ കിട്ടിയത്. അമ്മയ്ക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അമ്മയ്ക്കും അച്ഛനും കുറുമാർ ചോക്ലേറ്റ് കിട്ടില്ല എന്നുള്ള വഴക്കായ കേസ്. പിന്നെ ആ ചോക്ലേറ്റ് നേരെ അവർക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അമ്മയ്ക്ക് ഭയങ്കര നാണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വാലന്റൈൻസ് ഡേ അടിപൊളിയായി. ഒരു സർപ്രൈസ് അച്ഛനും അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റി. നമ്മുടെ കുട്ടീസ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു പ്രണയദിന ആശംസകൾ നേരെയാണ്. അപ്പോൾ അടുത്ത വർഷവും എല്ലാവർക്കും സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ടാറ്റാ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.